ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 1 ഏക്കറിൽ മഞ്ഞൾ കൃഷി ചെയ്യുന്ന ശ്രീ ബിജോയ് എന്ന കർഷകന്റെ തോട്ടത്തിലാണ്. അപ്പൊ മഞ്ഞളിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ബിജോയേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പൊ എത്ര വർഷമായി ഈ മഞ്ഞൾ കൃഷിയിലേക്ക് വന്നിട്ട്? ഞാൻ മഞ്ഞൾ കൃഷിക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 6 വർഷത്തോളായി. ഇപ്പൊ എത്ര ഏക്കറിൽ ചേട്ടാ ഇവിടെ മഞ്ഞൾ കൃഷി ഇപ്പോൾ ചെയ്യുന്നുണ്ട്? ഈ പ്ലോട്ടില് നമ്മൾ 1 ഏക്കറിൽ ആണ് മഞ്ഞൾ കൃഷി ചെയ്തത്. ഒറ്റയ്ക്കാണോ അതോ പാർട്ട്ണർഷിപ്പ് ആണോ? അല്ല, ഒറ്റയ്ക്കാണ് മഞ്ഞൾ കൃഷി. സഹായിക്കാനായിട്ട് ഇവിടെ സഹായിക്കാൻ വീട്ടുകാരുണ്ടാവും ആ സമയത്ത്. പിന്നെ നമുക്ക് ബംഗാളികളൊക്കെ വെക്കാറുണ്ട്. പോലെ കൂടുതൽ പണി ഞങ്ങൾ വീട്ടുകാർ തന്നെയാണ് കൂടുതൽ ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വളമൊക്കെ ഏതായി? ജൈവ കൃഷിയിലാണ് നമ്മൾ ഈ മഞ്ഞൾ മുഴുവൻ ചെയ്യുന്നത്. ചാണകപ്പൊടി, കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ വളപ്രയോഗം വരുന്നത് ആഴ്ചയിലാണോ? ആഴ്ചയിലല്ല, നമ്മൾ നടനേക്കാൾ പപ്പട അടിവളം കൊടുക്കും. ഇതൊക്കെ പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ കളയൊക്കെ പറിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഒക്കെ ചേർത്ത് മണ്ണ് കെട്ടിച്ച് പിന്നെ നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ട കാര്യമില്ല. മഞ്ഞൾ ഈ മഞ്ഞൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മണ്ണിൽ നമ്മൾ ഒരുക്കുന്നൊരു അതെങ്ങനെയാണ്? നമ്മൾ ട്രാക്ടർ ഉഴുത് നന്നായി പാസ്സാക്കിയ മണ്ണിൽ കുമ്മായം ചേർക്കണം. അത് ഒരു സെന്റിന് 2 കിലോ കുമ്മായം വെച്ചിട്ട് ഒരു 10 ദിവസം കിടക്കണം. അപ്പൊ മണ്ണിന്റെ pH കറക്റ്റ് ആയതിനു ശേഷമാണ് നമ്മൾ പിന്നെ വാരം കോരണം. അത് ഹിറ്റാച്ചി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബംഗാളികളോ വെച്ചിട്ട് ഞങ്ങൾ വാരം കോരിട്ടാണ് ചെയ്യാറ്. ഈ മഞ്ഞളിന്റെ വിത്ത് നടുമ്പോ അകലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ഒരടി ഗ്യാപ്പിലാണ് നമ്മൾ ഈ മഞ്ഞൾ നടുന്നത്. ഏത് തരം വിത്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഞങ്ങളിപ്പോ ചെയ്തു വരുന്നത് പ്രതിഭ ഇനം മഞ്ഞളാണ്. പ്രതിഭ. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട്, വിളവ് കൂടുതലുണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ മൈ ഫോക്കസ് എന്ന എൻ്റെ കൃഷിയുടെ ചാനലിലേക്ക് ശ്രീ ബിജോയ് എന്ന് പറഞ്ഞ കർഷകൻ സഹകരിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.